നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നേരത്തെ തോന്നാറില്ലേ, ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ വയ്യ, എല്ലാം നിർത്തിയാലോ എന്ന്. ആ ഒരു നിമിഷത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തളർന്നു പോകുമ്പോൾ സത്യത്തിൽ നമ്മുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നോക്കാം. അപ്പോ നമുക്കാദ്യം ആ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് നോക്കിയാലോ. ആർക്കും എപ്പോ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നൊരു വഴി, അതായത് പിന്മാറാനുള്ള തീരുമാനം. ശരിക്കും ഇതാണ് ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവിടെ വെച്ച് നിർത്തിയിട്ട് പോവാൻ ആർക്കും പറ്റും. അതിന് പ്രത്യേകിച്ചൊരു കഴിവും വേണ്ട, ഒരു ധൈര്യവും വേണ്ട, ഒരു പ്രയാസവുമില്ലാത്ത ഏറ്റവും സിമ്പിളായ വഴിയാണത്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്ര എളുപ്പത്തിൽ തോറ്റു പിന്മാറാൻ ഒരു വഴിയുണ്ടെങ്കിൽ പിന്നെന്തിനാ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആ വേദനയും ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് മുന്നോട്ടു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഘടകം എന്താണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ വരുന്നത്. തോൽവിയെയും വിജയത്തെയും തമ്മിൽ ശരിക്കും വേർതിരിക്കുന്ന ഒരു സംഭവം. അതൊരു സാധാരണ പരിശ്രമമൊന്നുമല്ല, ചിലരുടെ ഉള്ളിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അവിടെയാണ് വാശി എന്ന വാക്ക് വരുന്നത്. പക്ഷെ ഇത് നമ്മൾ സാധാരണ പറയുന്ന വാശിയല്ല കേട്ടോ. ഇത് തോൽക്കാൻ ഒരു മനസ്സുമില്ലാത്ത, എത്ര തടസ്സങ്ങൾ വന്നാലും ജയിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള ഒരു തരം ആവേശമാണ്, ഒരു നിശ്ചയദാർഢ്യമാണ്, നമ്മുടെ ഉള്ളിൽ ആളിക്കത്തുന്നൊരു തീ. അതെ, ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതും പൊരുതി ജയിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ പോരാട്ടത്തിനു വേണ്ട ഊർജം കൊടുക്കുന്നത് ഈ പറയുന്ന പ്രത്യേക വാശിയാണ്. സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്നത് ആ ഒരൊറ്റ വാശിയാണ്. അപ്പോൾ ഈ വാശിയുടെ അവസാന ഫലം എന്തായിരിക്കും? വെറുമൊരു മത്സരം ജയിക്കുക എന്നതിനപ്പുറം അത് നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അത് നമ്മളെ എങ്ങനെയാ മാറ്റുന്നതെന്ന് നോക്കാം. കണ്ടോ, ആ തോൽക്കാൻ തയ്യാറാവാത്ത വാശിയില്ലേ, അത് നിങ്ങളെ വെറുമൊരു വിജയിയാക്കുകയല്ല ചെയ്യുന്നത്, അത് നിങ്ങളെ ചരിത്രത്തിന്റെ ഭാഗമാക്കുകയാണ്. നിങ്ങളുടെ ആ പോരാട്ടം, നിങ്ങളുടെ ആ കഥ, അത് മറ്റുള്ളവർക്ക് എപ്പോഴും പ്രചോദനം നൽകുന്ന ഒരു ചരിത്രമായി അവിടെ നിലനിൽക്കും. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: തോൽവി എപ്പോഴും നമുക്ക് മുന്നിലുണ്ടാകും, ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷനായിട്ട്. പക്ഷെ ചരിത്രം കുറിക്കുന്നത് ആ എളുപ്പവഴി വേണ്ടെന്ന് വെച്ച് ഉള്ളിലെ ആ തീയും വാശിയും കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് എന്തു തന്നെ വന്നാലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക.